പെരിയാറ്റിൽ മുങ്ങിച്ചാകാനായിട്ട് തുടങ്ങിയ ഒരു സാഹചര്യം ഞാൻ ഓർമ്മിക്കുക. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ, ഞങ്ങളുടെ ക്ലാസ്സിൽപ്പെട്ടവരെല്ലാവരും കൂടി പോര് കാണാൻ പോയി. പെരിയാറിൻ്റെ തീരത്തുള്ള പോര് ഇന്നിപ്പോൾ ഒരു വിനോദ കേന്ദ്രമാണത്. ടൂറിസ്റ്റ് ധാരാളം അവിടെ ചെല്ലുന്നുണ്ട്. അന്ന് വെറും പാറക്കൂട്ടമായിരുന്നു. അതുതന്നെ വെള്ളം ഇങ്ങനെ കുത്തി വീഴുന്നൊക്കെ കാണാൻ നല്ല രസം, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ പോയി ഒരു ദിവസം താമസിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ടീച്ചേഴ്സും സാധനങ്ങളും ഒക്കെ ആയിട്ട് അവിടെ പോയി രാത്രിയിൽ പിന്നെ ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം കുളിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തിരിച്ചു പോരുക, അതായിരുന്നു പരിപാടി. അങ്ങനെ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് അന്ന് രാത്രി അവിടെ കിടന്നു. അപ്പോൾ ഒരു നല്ല മഴ അങ്ങ് പെയ്തു. പിന്നെ ഒരു വിധത്തിൽ നനഞ്ഞ് അവിടെ കഴിഞ്ഞു കൂടി. കെട്ടിടമൊന്നും ഇല്ലല്ലോ. ഏതായാലും പിറ്റേ ദിവസം കുളിക്കാനിറങ്ങി. പിള്ളേർ കുളിക്കാനിറങ്ങിയപ്പോൾ ഞാനും കുളിക്കാനിറങ്ങി. അപ്പോൾ അക്കരയ്ക്ക് പോകാമെന്നും പറഞ്ഞ് നീന്തി അക്കരയ്ക്ക് അങ്ങ് പോയി. മറ്റുള്ള പിള്ളേരൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളവർ നീന്തി അപ്പുറത്ത് കയറി. നല്ല കുത്തൊഴുക്കാണ്. ഞാനവിടെ കിടന്ന് വട്ടം കറങ്ങി. ഇത് കണ്ടപ്പോഴേക്കും 1-2 പേര് എന്നെ കയറി പിടിച്ച് ഒരു വിധത്തിൽ അക്കരയ്ക്ക് പിന്നെ അങ്ങോട്ട് നീന്തി പോയി. പിന്നെ കുറച്ചുകൂടെ മുകളിൽ നിന്ന് കയറിയിട്ട് നീന്തി ഇങ്ങോട്ട് പോന്നു. നീന്തി താഴേക്ക് വന്നു. ഏതായാലും അന്ന് എന്നെ രക്ഷപ്പെടുത്തിയ 2-3 പേരുണ്ട്. അവർക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, അച്ഛനെ രക്ഷിച്ചത് ഞാനാണ്, അപ്പോൾ ജീവൻ എൻ്റെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞ് തമാശ പറയാറുണ്ട്. ഏതായാലും അന്നെനിക്ക് നൽകിയ രക്ഷയുടെ തലം അനേകരെ രക്ഷപ്പെടുത്തുവാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകി. ദൈവം എന്നെ നയിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.